ലൈംഗിക പീഡന കേസിൽ മുകേഷ്, മണിയൻപിള്ള രാജു, അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് സർക്കാർ. പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. പരാതിക്ക് പിന്നിൽ ബ്ലാക്ക് മെയിലിംഗ് ആണെന്നാണ് മുകേഷിന്റെ വാദം. ഹർജിയിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നാളെയും വാദം തുടരും. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, ശക്തമായി ഈ അറസ്റ്റ് വേണം എന്ന നിലപാട് സർക്കാർ അവിടെ സ്വീകരിച്ചോ? എന്താണ് മുകേഷ് അടക്കമുള്ളവരുടെ എതിർവാദങ്ങൾ? നിലവിലിപ്പോൾ വേണു ഈ കേസ് പരിഗണനയ്ക്കെടുത്തത് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണി വർഗീസ് ആണ്. അവരുടെ ബെഞ്ചിൽ ഇന്ന് രാവിലെ ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് ആയിരുന്നു. അതായത് അടച്ചിട്ട കോടതി മുറിയിൽ വാദം നടക്കുകയാണ് ഉണ്ടായത്. അതിൽ മുകേഷിന്റെ അഭിഭാഷകൻ ഇതുമായി ബന്ധപ്പെട്ട വാട്സപ്പ് ചാറ്റുകൾ, മാധ്യമങ്ങളിൽ വന്ന അവരുടെ പരാതിക്കാരുടെ പ്രതികരണം എല്ലാം തന്നെ ഹാജരാക്കി. തൊട്ടു പിന്നാലെ പോലീസ് അവരുടെ അന്വേഷണ റിപ്പോർട്ടും ഇന്ന് ഫയൽ ചെയ്തു. പ്രതികൾ 3 പേരാണ്. അഡ്വക്കേറ്റ് ജിയോപോൾ 3 പേർക്ക് വേണ്ടി ഹാജരായി. അദ്ദേഹം അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ, അതോടൊപ്പം മണിയൻപിള്ള രാജു, മുകേഷ് 3 പേർക്കും 3 പേരെയും കസ്റ്റഡിയിൽ വേണം എന്ന് പോലീസ് ആവശ്യപ്പെട്ടു. അവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തേ തീരൂ എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട്. ജാമ്യത്തെ അവർ എതിർക്കുകയും ചെയ്തു. തുടർന്ന് അടച്ചിട്ട മുറിയിൽ വാദം ഏറെ നേരം പുരോഗമിച്ച് ഏതാണ്ട് 1.5 മണിക്കൂറിലധികം വാദം നടന്നു. പിന്നാലെ നാളത്തേക്ക് കൂടി വാദം കേൾക്കാനായി കേസ് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഇതിലൊരു ഉത്തരവ് വരാൻ പോകുന്നത്. ഇതിനിടെ ഇടവേള ബാബു കൂടി മുൻകൂർ ജാമ്യാപേക്ഷയുമായി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ശരി, മുകേഷിന്റെ അടക്കമുള്ള കാര്യങ്ങളിൽ നാളെ തീരുമാനമറിയാം. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന ആവശ്യമാണ് അന്വേഷണ സംഘം കോടതി മുൻപാകെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.